നമസ്കാരം, ശ്രീധരായാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടിരുന്ന? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ശ്രീ പാറക്കൽ മൈക്ക് ചതിച്ചേ മുഖ്യമന്ത്രിന്റെ മൈക്ക് ചതിച്ചേ. പണ്ടത്തെ മുഖ്യമന്ത്രി ഇതുപോലെ മൈക്കിന്റെ കാര്യം നമ്മ അറിഞ്ഞിരുന്ന ആ വിഷയങ്ങള്. മൈക്കിനോട് ദേഷ്യപ്പെടല്, മൈക്ക് ഓപ്പറേറ്ററോട് ദേഷ്യപ്പെടല്. അടുത്ത മുഖ്യമന്ത്രിനെ മൈക്ക് ചതിച്ചിട്ടുണ്ട്. മൈക്കും കേരള മുഖ്യനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നണല്ലേ? എന്താണല്ലേ, സ്വന്തം മുന്നണിയിലെ MLA ഒരു കാര്യം ചോദിച്ചപ്പ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്തെന്ന് വിചാരിച്ച് അത് കൊടുക്കൂല എന്നിങ്ങനെ ധാർഷ്ട്യത്തോടെ പറയണം. അതായത് നേരിട്ട് നോക്കാൻ നേരത്ത് വേറൊന്ന് പറയലും അവര് തിരിച്ചു പോകാൻ നേരത്ത് പോയി മൂഞ്ചട എന്ന് പറയണ മുഖ്യമന്ത്രി. ഒരു സ്വന്തം മുന്നണിയിലെ MLA ഇങ്ങനെ കാണിക്കാൻ നേരത്ത് സാധാരണക്കാരായ ജനങ്ങളോട് എന്തൊക്കെ ഇവര് പറയും? തിരിച്ചു പോകാൻ നേരത്ത് ആ സാധാരണക്കാരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ നേരത്ത് എനിക്ക് മോഹൻലാലിന്റെ സിനിമയാണ് ഓർമ്മ വന്നത്. ഈ സിനിമയുടെ പേര് ഞാൻ മറന്നു വിട്ടാ. മോഹൻലാൽ വോട്ട് ചോദിക്കാൻ ഒരു കൊച്ചു മൂക്കിന്ന് ഇങ്ങനെ ഒഴുകിയിരിക്കണേക്കുള്ളൂ. മോഹൻലാൽ വേഗം എടുത്തിട്ട് മൂക്ക് അങ്ങോട്ട് ചീറ്റി കൊടുത്ത് തുടച്ച് സ്നേഹത്തോടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിനെ കൊടുത്ത് ആ കുട്ടി പോകാൻ നേരത്ത് എന്താണ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ കഴുകണ ഒരു രംഗം ഉള്ളൊരു സിനിമയുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് അവരൊരു കാര്യം ചോദിക്കാൻ നേരത്ത് അത് ചെയ്യും, മറിച്ചാണ്, എന്നിട്ട് അത് റീൽസ് ആയിട്ടൊക്കെ ഇടും. അവര് തിരിഞ്ഞു പോകാൻ നേരത്ത് പോയി മൂഞ്ചര എന്ന് പറയണ മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളെ ബോധിപ്പിച്ച, ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ച നിയമസഭയിലെ മൈക്കിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഉദാഹരണങ്ങൾ ഇനിയും കുറെ വരും. KSRTCയിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് അത് ഓർഡിനറി ബസ്സിലോട്ട് മാത്രമായിട്ട് ഒതുക്കി. ബസ്സിലിരുന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ടൊക്കെ ആൾക്കാരോട് പറഞ്ഞ മനുഷ്യനാണ്. ഇനി എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, ഏതായാലും കാണാം കേട്ടാ. മൈക്കേ